Kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ വിശേഷമായത് കാരണം കൊണ്ട് ഫുള്ള് നോയ്സാണ്, ഭയങ്കര ബഹളം. എനിക്ക് ഒരു വാക്ക് പോലും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ക്ലാസ് ഇടാത്തത്. ഇങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ക്ലാസ് വൈകുകയാണെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിലും ഞാൻ മെസ്സേജ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരുക്കം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ സന്നകം, ബി സന്നാമം, സി സന്നാഹം, ഡി സന്ന. ഏതാണ് ശരി? നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓപ്ഷൻ സി സന്നാഹമാണ് ഒരുക്കം എന്ന അർത്ഥം വരുന്നത്. സന്നകം എന്ന് പറഞ്ഞാൽ മുൾമരം എന്നാണ് അർത്ഥം. സന്നാമം എന്ന് പറഞ്ഞാൽ നമിക്കൽ എന്നാണ് അർത്ഥം. പിന്നെ സന്ന എന്ന് പറഞ്ഞാൽ നദി. പുതിയൊരു വേർഡും കൂടി ആയിട്ടോ പഠിക്കുന്നത് നദിയെക്കുറിച്ച്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കണക്കപ്പിള്ള എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കണക്കപ്പിള്ള. ഓപ്ഷൻ എ ഗുമസ്തൻ, ബി ദല്ലാൾ, സി വിനയാന്വിതൻ, ഡി എല്ലാം ശരി. ഏതാണ്? ഒന്ന് ഗസ് ചെയ്യൂ. ശരി, നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓപ്ഷൻ എ ഗുമസ്തനാണ് ശരിയായ പദം. ദല്ലാൾ എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരനാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ബ്രോക്കർ എന്നൊക്കെ പറയില്ലേ, ബ്രോക്കർ, മിഡിൽമാൻ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. വിനയാന്വിതൻ എന്ന് പറഞ്ഞാൽ വിനയത്തോടു കൂടിയവൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വൈകൃതം എന്ന പദത്തിന് അർത്ഥം എന്താണ്? വൈകൃതം എന്ന പദത്തിന് അർത്ഥം ഓപ്ഷൻ എ വികൃതമാക്കപ്പെട്ടത്, ബി വെറുപ്പ്, സി നീരസം, ഡി എല്ലാം ശരി. ഏതായിരിക്കും? ഒന്ന് ഗസ് ചെയ്യൂ. ശരി, നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. ഇത് മൂന്നും വൈകൃതം എന്ന അർത്ഥം തന്നെയാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഇനി നമ്മൾ ശബ്ദത്തിന്റെ ഒരു ധാരയാണ് പഠിക്കാൻ പോകുന്നത്. ശരി, നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നാദം, ബി നിനദം, സി നാടകീയം, ഡി നിനാദം. ഏതാണ്? ഇത് എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ സി നാടകീയമാണ് വരാത്ത പദം. നാടകീയം എന്ന് പറഞ്ഞാൽ എന്താ? നാടകത്തിലേതുപോലെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശബ്ദം എന്ന് തന്നെയാണ് വരാത്തതാണ്. ഓപ്ഷൻ എ ധ്വാനം, ബി നരഹത്യ, സി ധ്വനി, ഡി രവം. ഏതാണ്? എളുപ്പമല്ലേ? അതന്നെ, ഓപ്ഷൻ ബി നരഹത്യാണ് വരാത്ത പദം. ധ്വാനം, ധ്വനി, രവം എന്നൊക്കെ പറഞ്ഞ ശബ്ദം എന്ന അർത്ഥമാണ് ഉള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വീണ്ടും ശബ്ദം തന്നെയാണ്. ഓപ്ഷൻ എ പ്രഹരം, ബി ആരവം, സി ഒച്ച, ഡി ഒലി. ഏതാണ്? എളുപ്പമല്ലേ? അത് തന്നെ, ഓപ്ഷൻ എ പ്രഹരമാണ് വരാത്ത പദം. പ്രഹരം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിക്കുക, തല്ലുക എന്നുള്ള മീനിങ് ആണ് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശബ്ദം തന്നെയാണ് വീണ്ടും. ഓപ്ഷൻ എ സ്വനം, ബി സ്വാനം, സി വിക്ഷവം, ഡി നിസ്സംഗത. ഏതാണ്? എളുപ്പമല്ലേ? അത് തന്നെയാണ് ഉത്തരം. ഓപ്ഷൻ ഡി നിസ്സംഗതയാണ് ശരിയല്ലാത്ത പദം. നിസ്സംഗത എന്ന് പറഞ്ഞാൽ എന്തുവാ അർത്ഥം? നിസ്സംഗത പറഞ്ഞാൽ ഒന്നിനോടും ചേരാത്ത അവസ്ഥ എന്നാണ് അതിനർത്ഥം. ഒന്നിനോടും ചേരാത്ത അവസ്ഥ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശബ്ദം തന്നെയാണ് വീണ്ടും. ഓപ്ഷൻ എ പ്രതീകം, ബി നിസ്വാനം, സി നിസ്വനം, ഡി ഹ്രാസം. ഏതാണ്? അത് തന്നെ, ഓപ്ഷൻ എ പ്രതീകമാണ് തെറ്റായ പദം. പ്രതീകം ഞാൻ അതിൽ മാർക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. പ്രതീകമാണ് തെറ്റായ പദം. പ്രതീകം എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. നമ്മൾ പണ്ട് പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടയാളം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഇനി കുറച്ച് അടയാളങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അടയാളം എന്ന അർത്ഥം വരാത്ത പദം. ഓപ്ഷൻ എ അംഗം, ബി ചിഹ്നം, സി കളങ്കം, ഡി ആരാവം. ഏതാണ്? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി ആരാവമാണ് തെറ്റായ പദം. ആരാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഈ രവം, രാവം എന്നൊക്കെ വരികയാണെങ്കിൽ അത് മനസ്സിലാക്കാം, അത് ശബ്ദവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടയാളം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ ലാഞ്ചനം, ബി സംരാവം, സി അഭിജ്ഞാനം, ഡി മുദ്ര. ഏതാണ്? കിട്ടിയോ? അത് തന്നെ, എപ്പോഴല്ലേ ഞാൻ പറഞ്ഞത്. അത് തന്നെ, ഓപ്ഷൻ ബി സംരാവമാണ് വരാത്ത പദം. സംരാവം പറഞ്ഞ ശബ്ദം എന്നാണ്. ലാഞ്ചനത്തിന്റെ അക്ഷരം കൃത്യമായിട്ട് മനസ്സിലാക്കണേ. എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇഞ്ച യൂസ് ചെയ്യുന്ന അവിടെ പഞ്ചസാരയുടെ ചായാണ് പലരും യൂസ് ചെയ്യാറുള്ളത്. അതല്ല, ഇതാണ് ലാഞ്ചനം കേട്ടോ അടയാളത്തിന്റെ. അഭിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അഭിജ്ഞാന ശാകുന്തളം. അതില് ശകുന്തളയ്ക്ക് ദുഷ്യന്തൻ മോതിരമാണ് മുദ്രയായിട്ട് കൊടുക്കുന്നത്. അതാരം കൊണ്ടാണ് ആ സ്റ്റോറിക്ക് അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള പേര് നൽകിയത് തന്നെ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടയാളം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ അങ്കിതം, ബി ലക്ഷ്മം, സി പ്രജ്ഞാനം, ഡി രാവം. എളുപ്പമല്ലേ? അത് തന്നെ, ഓപ്ഷൻ ഡി രാവമാണ് വരാത്ത പദം. രാവം പറഞ്ഞാൽ അറിയാലോ, അത് തന്നെ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം.
ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ശബ്ദമാണ്. ഓപ്ഷൻ എ വിരാമം, ബി മുഴക്കം, സി ആർപ്പ്, ഡി വിരാമം. എളുപ്പമല്ലേ? അതെ, അത് തന്നെ. ഓപ്ഷൻ ഡി വിരാമമാണ് വരാത്തത്. വിരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം. നമ്മൾ ചിഹ്നങ്ങളിൽ പഠിക്കുന്നുണ്ട് വിരാമ ചിഹ്നമൊക്കെ. എന്താണ് വിരാമം? പറഞ്ഞ ഫുൾ സ്റ്റോപ്പ് ആണ്. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പഠിക്കാട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കളങ്കം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ അഴുക്ക്, ബി കറ, സി അടയാളം, ഡി എല്ലാം ശരി. ഏതാണ്? കളങ്കം നമ്മൾ കുറച്ച് മുന്നേ നോക്കിയതാണല്ലോ അല്ലേ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. കളങ്കം എന്ന് പറയുമ്പോൾ അഴുക്ക്, കറ, അടയാളം എന്നൊക്കെ ഉണ്ട്. ചന്ദ്രനില് കളങ്കമുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് ചന്ദ്രൻ പ്യൂർ വൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതിൽ കളർ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ? ഒരു അഴുക്ക് പിടിച്ച ഒരു കളർ കാണാറുണ്ട്. അത് കാരണം കൊണ്ടാണ് ചന്ദ്രനിലും കളങ്കമുണ്ട് എന്ന് ഒരു ചൊല്ലു പറയാറുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. കാലേ എന്ന പദത്തിന് അർത്ഥം എന്താണ്? കാലേ. ഓപ്ഷൻ എ നേരത്തെ, ബി പുലർകാലത്ത്, സി യഥാകാലം, ഡി എല്ലാം ശരി. ഏതാണ് ശരി? നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. കാല എന്ന് പറഞ്ഞാൽ നേരത്തെ, പുലർക്കാലത്ത്, യഥാകാലം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കൂട്ടം എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? കൂട്ടം. ഓപ്ഷൻ എ വ്രാതം, ബി വൃന്ദം, സി നികരം, ഡി എല്ലാം ശരി. ഏതാണ് ശരി? നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേട്ടോ. കൂട്ടത്തിന് വ്രാതം എന്നും വൃന്ദം എന്നും നിഖരം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ 15 പദങ്ങൾ. കൂടെ ഒരു 4 പദം കൂടെ എക്സ്ട്രാ പഠിക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിനധികം പര്യായമൊന്നുമില്ല. നമുക്ക് അർത്ഥം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. നമുക്ക് നോക്കാം. തമ്പടിക്കുക എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിയാൽ കൂടാരമുണ്ടാക്കി താമസിക്കൽ എന്നാണ് അർത്ഥം. നിരുപദ്രവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവം ചെയ്യാത്തവർ എന്നാണ് അർത്ഥം. അജയ്യത എന്ന് പറഞ്ഞാൽ ജയിക്കപ്പെടാൻ കഴിയാതിരിക്കൽ എന്നാണ്. അഭൂതപൂർവം എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിട്ടില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ പ്ലേലിസ്റ്റ് ആക്കി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ട് പഠിക്കുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടുള്ള PDF ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട് കേട്ടോ. ഈ ക്ലാസ് ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. എല്ലാ ആഴ്ചയിലും തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.